മൂഞ്ചി മവറയും പൊമ്പളയാണ് ഈ ഓടിപ്പോരാങ്ങിട്ട്. നമസ്കാരം. ചില വിഷയങ്ങളിൽ ചിലരുടെ പ്രതികരണം നമ്മളിൽ വല്ലാത്ത ആശ്വാസവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാക്കും അല്ലെ. ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഡിഗ്രിയിൽ അവർ പ്രതികരിച്ച് കാണുമ്പോൾ ആഹാ എന്തൊരു സമാധാനം, ഒരാശ്വാസം എന്ന ഫീൽ ഉണ്ടാകും. അത്തരത്തിൽ ഒരു പ്രതികരണം തമിഴ്നാട്ടിൽ നിന്നും വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഷിംജിത മുസ്തഫ വിചാരിച്ചതിനേക്കാൾ എത്രയോ അപ്പുറം റീച്ച് അവൾ ഉണ്ടാക്കി കഴിഞ്ഞു. കേരളവും കടന്ന് തമിഴ്നാടും കടന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അവളുടെ ആരാധകർ വ്യാപിച്ചിരിക്കുകയാണ്. ആരാധകർക്ക് അവരുടെ ആരാധന സഹിക്കാൻ വയ്യാതെ അത് പല രീതിയിൽ അവരുടേതായിട്ടുള്ള ഭാഷകളിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു പ്രതികരണത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം അത് നിങ്ങളുമായിട്ട് കൂടി പങ്കുവെക്കണമെന്ന് തോന്നി. തമിഴ് അറിയാത്തവർ വിഷമിക്കേണ്ട, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം, നിങ്ങളും ആശ്വസിക്കൂ. சிரிச்சுக்கிட்டே ரீல்ஸ் எடுத்து நீ என்ன போய் நக்கறதுக்கா போய் அங்கே போய் பக்கத்துல நிக்கிற? ഈ പ്രതികരിക്കുന്നതും ഒരു യൂട്യൂബർ ആണ് കേട്ടോ. സാധന എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവര് ചോദിക്കുന്നത് നീ എന്ത് നക്കാനാണ് ആണുങ്ങളുടെ ഇടയിൽ പോയി ചെന്ന് നിന്ന് മാറിട്ട് ഉരസിയതെന്ന്. ഷിംജിത താത്ത ഏതെങ്കിലും ആളത്തിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേണ്ട വിധത്തിൽ ആസ്വദിക്കണേ. ആരാധകര് ഇന്ത്യയിലുടനീളം ഇങ്ങനെ വർദ്ധിക്കുന്നത് കണ്ട് സന്തോഷിക്കണേ. എല്ലാ കഷ്ട നഷ്ടങ്ങളെയും താണ്ടി വന്നാதான் ഒരു പൊമ്പളെ ജയിക്കാൻ முடியும். നിസ്സാരമായിട്ട് പറഞ്ഞു പോയത് ഒരു വലിയ പോയിന്റ് ആണ്. ഒരു സ്ത്രീ അല്ല ഒരു പുരുഷനായാലും പെട്ടെന്നൊരു വിജയം ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. വിജയത്തിന് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റുകയുള്ളൂ. കുപ്രസിദ്ധരുമുണ്ട്, സുപ്രസിദ്ധരുമുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രസിദ്ധിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുമാതിരിയുള്ള തേർഡ് റേറ്റ് പരിപാടികൾ ചെയ്യാം. ഈ സ്ത്രീ പറയുന്നത് പോലെ ഒരു സ്ത്രീ മുന്നോട്ട് വിജയിച്ചു വരണമെങ്കിൽ, അവളെ കണ്ട് ആളുകൾ കൈയടിക്കണമെങ്കിൽ, അവളെ 10 പേർ ഒന്നിച്ചൊരു ദിവസം പെട്ടെന്ന് അറിയണമെങ്കിൽ അതിനു പിന്നിൽ അവളുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അല്ലാതെ തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ കയറി നിന്ന് ആണുങ്ങളുടെ ശരീരത്ത് സ്വന്തം മാറിടം ഇട്ട് ഉരസിയിട്ട് അത് വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്താലൊന്നും ആ രുചിയുള്ള വിജയം നേടിയെടുക്കാൻ കഴിയില്ലെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ബസ്സിൽ പോണാ 1000 പേർ ഇടിപ്പാനുங்க, ട്രെയിനിൽ പോണാ 1000 പേർ ഇടിപ്പാനുங்க, ഞാൻ ഫ്ലൈറ്റിൽ പോണാ கூட 1000 പേർ ഇടിപ്പാനുங்க. ബസ്സിൽ തിരക്ക് കാണും, ട്രെയിനിൽ തിരക്ക് കാണും, എന്തിന് ഫ്ലൈറ്റിൽ കൂടി ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ. റീൽസ് മൈരാ എടുത്ത് പോട്ട് നീ வந்து അപ്ലോഡ് பண்ணுவா. ഇത് மாதிரி ஒவ்வொரு உயிரா வந்து பறி போயிட்டு உட்கார்ந்துக்கணுமா? അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി പിടിച്ച് അവിടെ ചെന്ന് നിന്ന് ഓരോ വീഡിയോ എടുത്താൽ എത്രയോ ആണുങ്ങളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടും. ഇതിനു വേണ്ടിയാണോ നീ റീൽസ് ചിത്രീകരിക്കുന്നത്? എന്താണ് ഒരു റീൽസ് ചിത്രീകരിക്കുന്നതിലൂടെ നീ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം, പ്രസക്തിയുള്ള ചോദ്യം. കേരളം പിടിച്ചവളെ സാർ ഇവളെ പിടിച്ച് പോടുங்க സാർ, ഇവ ഒരു പൊമ്പളേ കിടയാതെ. കേരള പോലീസിനോടുള്ള റിക്വസ്റ്റ് ആണിത്, അവളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ. ഇവളൊന്നും ഒരു സ്ത്രീയല്ല. അതായത് സ്ത്രീ എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കുണ്ടല്ലോ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മുതൽ ഇതുവരെ അടങ്ങാത്ത ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അത് യഥാർത്ഥ സ്ത്രീത്വം അനുഭവിക്കുന്ന പെണ്ണുകൾക്കേ മനസ്സിലാവുകയുള്ളൂ. അറിവില്ല ഉനക്ക്? സോത്ത തിങ്കിര സോത്ത വിട്ടിയതാ ലത്തിയ തിങ്കിരാടി നാദാരി സിരിക്കും മോളെ തട്ടുവാണി പെത്തതേ. നല്ല കിടുക്കാച്ചി തെറികളാണ് പറയുന്നത്. എന്തൊരാശ്വാസം എന്നറിയാവോ. ഈ തെറികളുടെയൊക്കെ അർത്ഥം അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ആശ്വാസം ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതായത് മലയാളത്തിൽ പച്ചയ്ക്ക് തെറി വിളിക്കത്തില്ലേ, അതായത് ഒരു മര്യാദ ഇല്ലാതെയുള്ള തെറിവിളി, അത് തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോത്ത തിങ്കിര സോത്ത വിട്ടിയതാ ലത്തിയ തിങ്കിരാടി നാദാരി സിരിക്കും മോളെ തട്ടുവാണി പെത്തതേ. നീ ചോറാണോ തിന്നുന്നത് അതോ വേറെ വല്ലതും ആണോ എന്ന്. വേറെ വല്ലതും എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള വാക്കൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. അവർക്ക് ഇവിടെ വല്ലതും അറിയാവോ? കേരളത്തിൽ നടന്ന ഒരു സംഭവം, ഇവരൊക്കെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിൽ ഈ പശുവിനെയും ആടിനെയൊക്കെ മേയിച്ച് ജീവിക്കുന്ന ആളുകളാണ്, കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ഇടയിൽ വരെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൾ ചെയ്ത തെറ്റിന്റെ വലിപ്പം എത്രത്തോളമാണ്, ഇവള് മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥത എത്ര ആഴത്തിലുള്ളതാണ്. നാദാരി സിരിക്കും മോളെ തട്ടുവാണി പെത്തതേ. മൂഞ്ചു മൊവറമയിലുണ്ട് പാവല്ല. അവളെ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ട മാതാപിതാക്കളെ ഉൾപ്പെടെ പറഞ്ഞു പോവുകയാണ്. പിന്നെ ആര് പ്രസവിച്ച് ഈ ഭൂമിയിലോട്ട് തള്ളി വിട്ട് കളഞ്ഞു എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ വിമർശിക്കുന്നവരെയൊക്കെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? ഭാഷ അല്പം കടന്നുപോയി, മര്യാദകേടായി പോയി. ഇതായിപ്പോ ഇന്നലെ ശ്രീലക്ഷ്മി അറക്കൽ കൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെന്ന്, എനിക്ക് നേരെ വല്ലാത്ത സൈബർ അറ്റാക്ക് നടത്തുന്നു. ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിന് പ്രതികരിക്കേണ്ടത് ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഒന്നടങ്കം ഒരേ ആവേശത്തോടെയും വികാരത്തോടെയും കൂടി ഈ വിഷയത്തെ ഇങ്ങനെ കണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരല്പം വിവേകം തലയ്ക്കുള്ളിൽ വേണം. അല്ലെങ്കിൽ മനുഷ്യർ തിരിച്ച് വിമർശിച്ചെന്ന് വരും. അത് താങ്ങാനുള്ള കെൽപ്പില്ലാത്തവര് സ്വന്തം മണ്ടത്തരങ്ങൾ വായിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂലയ്ക്ക് മിണ്ടാതിരിക്കണം.
ആ ശ്രീലക്ഷ്മി അറക്കൽ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേക്കാവേ. അതായത് ഞാനൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ലേ ചെയ്തത്, ഒരു സ്ത്രീ ബസ്സിൽ നേരിട്ട ആക്രമണത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, തെളിവ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടി അവളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇനി അങ്ങ് കയറി ജീവൻ ഒടുക്കിയാൽ ആരതിന് സമാധാനം പറയും? അപ്പൊ നിങ്ങൾ ആരും അവളെ അറ്റാക്ക് ചെയ്യരുതേ എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. പെണ്ണുങ്ങളെല്ലാം ഓർക്കണം, ആണുങ്ങളും ഓർക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നാളെ ബസ്സിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ പ്രതികരിക്കാതെ വരും പെൺകുട്ടികൾ. ഇങ്ങനെ ഇങ്ങോട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ നാളെ പ്രതികരിച്ചില്ലെന്ന് വരാം. ഒരു പ്രശ്നം ഉണ്ടായാലല്ലേ പ്രതികരിക്കണം. ചെന്ന് അങ്ങോട്ട് കൊണ്ട് മുട്ടിച്ചിട്ട് ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തോ ഈ പറയുന്നതിന് ഒരു യുക്തി ഉണ്ടെങ്കിലല്ലേ മനുഷ്യരിൽ ഒരാൾക്കെങ്കിലും 10 ലക്ഷത്തിൽ ഒരാൾക്കെങ്കിലും അതിനെ അനുകൂലിക്കാൻ പറ്റുള്ളൂ. என்ன நினைச்சிட்டு இருக்கா? உன மாதிரி ஈத்திர குடும்பமா நிறைய பேர் இருந்துட்டு இருக்காங்க. எல்லா பேரும் கௌரவத்தோடையும் கண்ணியத்தோடையும் எல்லா பேரும் இருக்காங்க. നിന്നെ പോലെ വെറും തേർഡ് റേറ്റ് തറ കുടുംബങ്ങളാണോ നിനക്ക് ചുറ്റുമുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതായത് ചിലർ ചിന്തിക്കുന്നത് എൻ്റെ കൾച്ചർ എന്താണോ, എൻ്റെ ചിന്ത എത്ര മോശമാണോ, എൻ്റെ കുടുംബം എത്ര വൃത്തികെട്ട ചിന്താഗതിയിൽ ഊന്നിയുള്ളതാണോ അതുപോലെ ആയിരിക്കും ചുറ്റുമുള്ളവരെല്ലാം എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ വെറും തേർഡ് റേറ്റ് ചിന്താഗതിക്കാരനോ ആണെങ്കിൽ ചുറ്റുമുള്ളവരൊന്നും അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ അല്ല. നല്ല സംസ്കാരത്തിലും നല്ല മര്യാദയിലും സ്ത്രീകളെ ബഹുമാനിക്കാനും അല്ലെ പുരുഷന്മാരെ ബഹുമാനിക്കാനും എല്ലാം അറിയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ ചിന്ത മോശമാണെന്ന് കരുതി മറ്റുള്ളവരങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഈ മഞ്ഞപ്പിത്തം ഉള്ളവർ കാണുന്നതെല്ലാം മഞ്ഞ നിറമുള്ളതാണെന്ന് പറയത്തില്ലേ? ആ ചൊല്ലിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ, എടുത്തു വെച്ച് നോക്കണം. അതായത് ഈ മരണപ്പെട്ട ഈ കൊലയ്ക്ക് കൊടുക്കപ്പെട്ട ദീപക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു അനുഭവം ഒരു പെൺകുട്ടി വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന്. അതായത് കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാസമുറയോടനുബന്ധിച്ചുള്ള വല്ലാത്ത കടുത്ത വയറുവേദന അനുഭവപ്പെടുകയാണ്. ഇരിക്കാനൊന്നും പറ്റുന്നില്ല. ആ സമയത്ത് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അപ്പുറത്തെ സീറ്റിലിരുന്ന ഈ ദീപക് എന്ന വ്യക്തി, മരണപ്പെട്ടു പോയ ആ വ്യക്തി, ഈ പെൺകുട്ടിയുടെ അസ്വസ്ഥത കണ്ട് എന്താണ് മോളെ എന്ന് തിരക്കി. ഒരു മുതിർന്ന സഹോദരൻ്റെയോ ഒരു അച്ഛൻ്റെയോ ഒക്കെ വാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചോദിച്ചതെന്ന് ആ പെൺകുട്ടി വേദനയോടെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ആരെങ്കിലും ഫോൺ ചെയ്ത് തരണോ? എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു വേദന സംഹാരി കൊടുക്കുകയും ഒരുപാട് സമാധാനപ്പെടുത്തുകയും ചെയ്തു. ഒരുപാട് ഇതുപോലെയുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണ്ടേ? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്താണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കഴിയാവുന്ന വിധത്തിൽ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ച ദീപക്. അപ്പൊ ആ വ്യക്തിയെക്കുറിച്ചൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ മഹാഭാവി ഇത് ചെയ്തത്? போய் அவளே பக்கத்துல போய் இப்படி நிமித்திக்கிட்டு இப்படி போய் காட்டிக்கிறா. அப்படி இடிக்கிறான் பாருங்க. അതായത് പറയുന്നത് ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് നിന്ന് ഉരസിയിട്ട് ദാ എന്നെ ഇടിക്കുന്നു എന്ന് അവള് ക്യാമറയിൽ പറയുകയാണ്. എന്നിട്ട് പിന്നെ തെറിയാണ് പറയുന്നത്. കറക്റ്റ് കാര്യമാണ് കേട്ടോ പറയുന്നതല്ല. അതായത് ഒരു മായം ചേർക്കാതെ ആ വികാരം അതുപോലെ പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ മോന്ത ഇരിക്കുന്ന കണ്ട നമുക്ക് ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ പറയത്തില്ല, മുഖം പിടിച്ച് തറയിൽ ഉരയ്ക്കാൻ തോന്നുന്നൊക്കെ ആ ഒരു രീതിയിലുള്ള സാധനം പറയുന്നത്. നീ എന്റെ അടുത്തോട്ട് വാടി, നിനക്ക് റീച്ച് ആകാൻ പരുവത്തിലുള്ള നല്ല അടിപൊളി റീൽസ് ഞാൻ എടുത്തു തരാം, നീ എന്റെ അടുത്തോട്ട് വന്നാണ് ആ സ്ത്രീ വിളിക്കുന്നത്. ഇത്രയും വൈകാരികതയോടെ കൂടി നിൽക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ എങ്ങാനും ഇവള് ചെന്ന് പെട്ടാലുള്ള അവസ്ഥ, അതോടെ അവളുടെ റീച്ചിനുള്ള ആ ഒരു അതങ്ങ് മാറും. മെന്റലുക്ക് പിറന്ന മെന്റല് എന്ന് വെച്ചാൽ മെന്റലിനുണ്ടായ മെന്റല്, ഭ്രാന്ത് പിടിച്ചതിനുണ്ടായ ഭ്രാന്ത് പിടിച്ചതേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവരുടെ തമിഴരുടെ ഒരു സ്റ്റൈല് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ്. ഏതായാലും സാധനക്ക ഇത്രയും വൈകാരികതയോടുകൂടി സംഭവത്തിന്റെ ആ ഒരു വേദന ഉൾക്കൊണ്ടുകൊണ്ട്, ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, സ്ത്രീകൾ എങ്ങനെ പെരുമാറരുത് എന്ന ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിന്റെ മുഖത്തിന്റെ ടാടി ഷിംജിത മുസ്തഫെ ആ തുപ്പിയത്, നീ ഒരു പൊമ്പളയാണോ എന്നാ ചോദിക്കുന്നത്, നീ ഒരു പെണ്ണാണോ എന്ന്. ഒരു പെണ്ണിന്റെ അവയവങ്ങൾ എനിക്കുണ്ട്, ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞല്ലേ ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തത്. ആ സാധനങ്ങൾ കയ്യിലുള്ളതുകൊണ്ടല്ലേ. വേണ്ട, സാധനക്കാരുടെ ലെവലിലേക്ക് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഏതായാലും എനിക്ക് ഈ പ്രതികരണം കണ്ട് വളരെയധികം ഒരു പ്രത്യേക ആശ്വാസം കിട്ടി. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രം ഇത് പങ്കുവെച്ചതാണ്. മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഷിംജിത മുസ്തഫയുടെ കയ്യിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ ഒക്കെ ചെന്ന് എത്തിച്ചേരുകയാണെങ്കിൽ ഞാൻ ധന്യയായി.